ഈ വൈകുന്ന 4 പേര് വന്നിട്ടുണ്ട്. അതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു എന്തെങ്കിലും ഞങ്ങൾ ഇന്ന രീതിയിൽ നടപടിയെടുക്കുന്ന ആ രീതിയിലുള്ള ഒരു ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾക്കൊരു ലെറ്ററും ഒരു കമ്മ്യൂണിക്കേഷനും കമ്പനിയിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. കമ്പനി എന്ത് നടപടി എടുക്കുമെന്ന് പറഞ്ഞ് മാത്രമാണ് അന്ന് പോയേക്കണത്. എന്ത് നടപടിയാണ് സ്വീകരിക്കണേ, നടപടി സ്വീകരിച്ചോ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ലീഗലായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്ന ലീഗലായിട്ടുള്ള ഒരു നടപടി ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇതൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് എൻ്റെ മരിച്ച മോള് തിരിച്ചു വരില്ല, ഇനി വേറൊരാളുടെ മോൾക്ക് അല്ലെങ്കിൽ മോന് ഇത് വരരുത്, അത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, ഗുഡ് മോർണിംഗ്. ജോലിഭാരം, അമിത ജോലിഭാരം, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല തുടങ്ങിയ കാരണങ്ങളാണ് മകളെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണല്ലോ ആ അച്ഛൻ പരാതിപ്പെടുന്നത്. പക്ഷേ കമ്പനിയുടെ ഭാഗത്തു നിന്ന് കുറച്ചുപേർ വന്നു, വീട് സന്ദർശിച്ചു എന്നല്ലാതെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ത് നടപടിയാണ് ഇവരിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്നാണ് പിതാവിൻ്റെ ആവശ്യം? എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? മോദി, ഈ വിഷയത്തിൽ 2 ആഴ്ച മുമ്പാണ് മരിച്ച 26 വയസ്സുകാരി അന്നയുടെ അമ്മ അനിത അഗസ്റ്റിൻ EY കമ്പനിക്ക് തൻ്റെ മകൾ നേരിട്ട തൊഴിൽ സമ്മർദ്ദത്തെക്കുറിച്ച്, മരണകാരണത്തെക്കുറിച്ച്, ജോലി ഭാരത്തെക്കുറിച്ചൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് മെയിൽ അയക്കുന്നത്. 2 ആഴ്ച പിന്നിട്ടിട്ടും കമ്പനിയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള മറുപടി വന്നിട്ടില്ല എന്നതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അതിന് ഇടയിൽ ഈ മാധ്യമ വാർത്തകൾ വന്നതോടെ, വിഷയം ചർച്ചയായതോടെ കമ്പനിയുടെ ചില പ്രതിനിധികൾ വീട്ടിലെത്തിയിരുന്നു. അന്നും അവർ കൃത്യമായ മറുപടി ഒന്നും നൽകാതെ അവർ പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു രേഖാമൂലം ഒരു മറുപടിയോ മറ്റൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഈ സംഭവത്തിൽ അവർ ആഗ്രഹിക്കുന്നത് തൻ്റെ മകൾ നേരിട്ടത് അതികഠിനമായ തൊഴിൽ സമ്മർദ്ദമാണ്, തൊഴിൽ ഭാരമാണ്. ഉറക്കമില്ലാതെ, ഭക്ഷണം കഴിക്കാതെയാണ് അവൾ 4 മാസം ജോലി ചെയ്യേണ്ടി വന്നത്. അതാണ് മകളുടെ ജീവൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തണം. എന്താണ് സംഭവിച്ചതെന്നത് വ്യക്തമാകണം. അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയർക്കെതിരെ ഒരു നടപടി വേണം. അതെന്താണ് സംഭവിച്ചതെന്ന് മാതൃകാപരമായി ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. മറ്റൊരു മകൾക്കും മകനും ഇനി ഇങ്ങനൊരു അവസ്ഥ വരരുത് എന്നതാണ് ഇവർ പ്രധാനമായും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു നിയമ നടപടിയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് അത്തരം കാര്യം ഒരു ആലോചനയിലേ ഇല്ല. തങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി ഒരാൾക്കും ഇത് സംഭവിക്കരുത്, അത്തരമൊരു തൊഴിൽ സമ്മർദ്ദത്തോടെ യുവാക്കൾ മുന്നോട്ട് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നത് മാത്രമാണ് അവർ ആവർത്തിക്കുന്നത്. എന്തായാലും കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പോ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ചില വാർത്തകൾ ഈ ആരോപണ വിധേയനെ താൽക്കാലികമായി അവധി നൽകിയത് വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥിരീകരണമോ ഒരറിയിപ്പോ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് കുടുംബം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി പ്രിയ.